ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ബോർഡ് ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണില്ലേ നോക്കൂ, പറയൂ. ബോർഡ് ഫുൾ അന്ന് കണ്ട പോലെ അല്ലല്ലോ, അല്ല ഫുൾ വലുപ്പത്തിലല്ലേ, സ്ക്രീൻ ഫുൾ ആയിട്ടല്ലേ? ആ, തല തിരിഞ്ഞിട്ടും വെർട്ടിക്കലായിട്ടൊന്നല്ലോ. ഓക്കെ, എഴുതിയത് വായിക്കാൻ പറ്റുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മള് ടൈം ടേബിൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഫോക്കസ് ഏരിയ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഫോക്കസ് ഏരിയയുടെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയതാണ് നോട്ട്സ്. മിനിമം അതെങ്കിലും പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പുറം അറിഞ്ഞില്ലെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ഫോക്കസ് ഏരിയനായിരിക്കും 80% ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇപ്പോ 120 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ, 120 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 80-90 മാർക്ക് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 120-ല് ഒരു 90 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഫോക്കസ് ഏരിയ പഠിച്ചാൽ. അതായത് ഫുള്ള് മാർക്ക് വേണമെങ്കിൽ മേടിക്കാം, പക്ഷെ പിന്നെ തെറ്റിയാൽ ആ മാർക്കുകളൊക്കെ പോകുന്നു മാത്രം. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫോക്കസ് ഏരിയയും ഫോക്കസ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇനി 2 മാസം കൊണ്ട് റിവിഷൻ ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായും അത് കൂടെ നടന്നാൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഫുൾ മാർക്ക് മേടിച്ചു തരാൻ സാധിക്കും. അത് നമുക്ക് എന്താണെങ്കിലും ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ആ ഫോക്കസ് ഏരിയയുടെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. 2 ദിവസത്തിനുള്ളിൽ ചാപ്റ്റർ ഞാൻ തീർക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. 18 പേരായിട്ടുള്ളൂ. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ 3 ക്ലാസിന്റെയും ഗ്രൂപ്പുകളിൽ ഞാൻ ഒരു ജോയിനിങ് ലിങ്ക് അയക്കും. ഈ ടീച്ച്മെന്റ് തന്നെ വേറൊരു ജോയിനിങ് ലിങ്ക് അയക്കും. ഇപ്പൊ നിങ്ങൾ S2Aയിലാണ് ഇരിക്കുന്നത്, മറ്റേ കുട്ടികൾ S2B, S2C. നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിരുത്താൻ പറ്റുന്ന ഒരു ലിങ്ക് വേണം. അപ്പൊ ഒന്നിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ലിങ്കിലൂടെ കയറണം. വേർതിരിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മാത്രം ഇതിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തരുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിനോട് ചേർന്നിട്ട് നിങ്ങളുടെ ക്ലാസ് S2A എന്നും കൂടി എഴുതുക. എന്നാലേ എനിക്ക് അതിൽ പെട്ടെന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്ന് അയച്ചു തരും. 3 ക്ലാസ്സിനും ഒന്നിച്ചിട്ട് ഒറ്റ ക്ലാസ്, സെക്കൻഡ് ഇയർ സയൻസ് എന്നുള്ള രൂപത്തിൽ ഒരു ക്ലാസ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ പേരിനോട് ചേർന്ന് നിങ്ങളുടെ S2A, ഇനി S1A എന്ന് എഴുതണ്ട, S2A എന്ന് എഴുതുക. അതിലായിരിക്കും നിങ്ങളുടെ എല്ലാ റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവുക. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയണമെങ്കിൽ മാത്രം നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരും. അപ്പൊ രണ്ടും നിലനിൽക്കട്ടെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയും ഏത് ഗ്രൂപ്പിലാണ് ക്ലാസ് വരാൻ പോകുന്നത് മുൻകൂട്ടി പറയും. S2Aയിലാണോ ക്ലാസ്, അതോ കോമൺ ആയിട്ടുള്ള സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സിലാണോ ക്ലാസ് എന്നുള്ളത് പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇന്ന് ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ 3 ബാച്ചുകാരും ഒരേ അവസ്ഥയിലെത്തും. അതുകൊണ്ടാണ് ഇന്ന് അത് ക്രിയേറ്റ് ചെയ്യാൻ കാരണം. ഈ നിങ്ങളാണ് ഇപ്പൊ ഏറ്റവും പിന്നിൽ. നിങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ മറ്റേ 2 ക്ലാസ്സുകാരുടെ ഒപ്പത്തും, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. നമ്മൾ എന്താണ് വേവ്സ് എന്ന് പറഞ്ഞു. വേവ്സിനെ 2 എണ്ണമായിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് പോകുമ്പോൾ ക്രസ്റ്റുകളും ട്രഫുകളും ആണ് ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂണൽ വേവ് കടന്നു പോകുമ്പോൾ കംപ്രഷൻസും റയർഫാക്ഷൻസും ആണ് ഉണ്ടാവുക. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. കുറച്ച് ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഇനി അറിഞ്ഞാലേ ഞാൻ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവും. ആംപ്ലിറ്റ്യൂഡ്, വേവ് കടന്നു പോകുമ്പോൾ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. പീരിയോഡ്, വേവ് കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് എടുക്കുന്ന സമയമാണ് പീരിയോഡ് ഓഫ് ദ വേവ്. ഫ്രീക്വൻസി, വേവ് കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ ഏതൊരു പാർട്ടിക്കിളിനും ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേഷൻസ് ഉണ്ടാവും, അതാണ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്. പീരിയോഡും ഫ്രീക്വൻസി റെസിപ്രോക്കൽസ് ആണ്. ആംഗുലാർ ഫ്രീക്വൻസി 2π ബൈ പീരിയോഡ് ആണ്, അല്ലെങ്കിൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്. വേവ് ലെങ്ത്, ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് ഒരു പാർട്ടിക്കിൾ എടുക്കുന്ന സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. 1 കംപ്ലീറ്റ് പീരിയോഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അത് 2 കംപ്രഷൻസിന്, അല്ലെങ്കിൽ 2 റയർഫാക്ഷന്, അല്ലെങ്കിൽ 2 ക്രസ്റ്റിന്, അല്ലെങ്കിൽ 2 ട്രഫിന് ഇടയ്ക്കുള്ള ദൂരമായിരിക്കും തൊട്ടടുത്തടുത്തുള്ള. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് വേവ് സഞ്ചരിച്ച ദൂരം. ഫോർമുല നമുക്ക് കിട്ടിയിരുന്നു V = ന്യൂ ലാംഡ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ട്രാവലിംഗ് വേവ് എന്നാണ് ആ ഹെഡിങ് ഉണ്ടാവുക. ഫോക്കസ് ഏരിയ നോക്കിയാൽ കാണാൻ രണ്ടാമത്തെ പോയിന്റ്. ഈ ചാപ്റ്ററിൽ 2 ഫോക്കസ് ഏരിയ ഉള്ളത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ അടുത്ത ക്ലാസ്സിലാണ് ഞാൻ എടുക്കുക. അത് എല്ലാ കുട്ടികളെയും കൂട്ടി നമ്മൾ എടുക്കും. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ പറയുന്ന ഭാഗത്തുനിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2 മുതൽ 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാധാരണ എനിക്ക് 3 മാർക്ക് 4 മാർക്ക് പരമാവധി വരും. അതിൽ കൂടുതൽ ഒരു എസ്സേ ഒന്നും വരുന്നില്ല. പക്ഷെ ഒരു പ്രോബ്ലമോ ചില ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസോ ഇന്നത്തെ ടോപ്പിക് നിന്ന് വരും. അപ്പൊ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ നന്നായിട്ട് ഇരുന്ന് ആ ഭാഗങ്ങൾ കാണാൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പറയുന്നത് സ്പീഡാണെന്ന് പറഞ്ഞു. സ്പീഡിന്റെ കാര്യമാണ്. വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഫോർമുല ഓർമ്മിക്കാനാണ്. അതുകൊണ്ട് നിർബന്ധമായി ഈ വാചകങ്ങളൊക്കെ നോട്ടിൽ എഴുതിയിട്ട് ഓർമ്മിക്കുക. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി. ആരാണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്? രണ്ടറ്റവും വലിച്ചു മുറുക്കി കെട്ടിയിട്ടുള്ള ഒരു കമ്പി, ഒരു നൂല്. അതിൽ നിങ്ങളൊന്ന് വൈബ്രേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവ്. എന്താ ട്രാൻസ്വേഴ്സ് വേവ്? വേവ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിന്റെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ചുരുക്കം. അങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് വലിച്ചു മുറുക്കി കെട്ടിയ കമ്പിയിൽ ഉണ്ടാക്കിയാൽ ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ അതൊരു മൂവിങ് വേവ് ആവും, ഒരു ട്രാവലിംഗ് വേവ് ആവും. ട്രാവലിംഗ് വേവ് എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ് പറയും. എന്തായാലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേവ്. ആ വേവിന്റെ സ്പീഡ് എത്ര, വെലോസിറ്റി എത്ര. അപ്പൊ ആരാണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്? നിങ്ങൾ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ലൈഫിൽ അറിയാം. വയലിൻ, ഗിറ്റാർ, വീണ, തമ്പുരു മുതലായിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ്. വലിച്ചു മുറുക്കി കെട്ടിയ കമ്പിയാണ്. അതിന്റെ മുകളിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിലൊരു വേവ് ഉണ്ടാവുന്നതും അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവുന്നതും അതൊരു സൗണ്ടായി മാറുന്നതും നിങ്ങൾക്ക് മ്യൂസിക് അനുഭവിക്കാൻ സാധിക്കുന്നതും. അപ്പൊ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് എക്സാമ്പിൾ ആണ് വയലിനും ഗിറ്റാറും ഒക്കെ. അങ്ങനെ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങില് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡിന്റെ ഫോർമുല നിർബന്ധമായും ഫോർമുലയുടെ ബൈഹാർട്ട് പഠിക്കുക. പ്രോബ്ലം ചോദിക്കും, ഫോർമുലയും ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഡിസംബറിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി V √T/μ. ഇതിൽ T എന്ന് പറഞ്ഞാൽ ആ നൂലിന്റെ ടെൻഷൻ ആണ് ഉദ്ദേശിച്ചത്, വലിച്ചു മുറുക്കിയ അവസ്ഥ. നമുക്കറിയാം, വലിഞ്ഞു മുറുകിയിട്ടില്ലെങ്കിൽ ഒരു വയലിന്റെ കമ്പി നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് എന്ന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ മാത്രമേ ട്രാൻസ്വേഴ്സ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വലിഞ്ഞു മുറുകിയ അവസ്ഥയെ കാണിക്കുന്ന വാക്കാണ് ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോ ഈ T എന്ന് എഴുതിയാൽ ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ്. രണ്ടാമത്തെ അവിടെ കാണുന്നത് മ്യൂ എന്ന് എഴുതിയ ഒരു അക്ഷരമാണ്, മ്യൂ. ആ മ്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു വാക്ക് നിങ്ങൾ കേൾക്കുകയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ലീനിയർ മാസ് ഡെൻസിറ്റി. ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിംഗ്. നിങ്ങൾക്കറിയാം മാസ് എന്താണെന്നറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മാസിനെ വോള്യം കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസിനെ നീളം കൊണ്ടാണ് അടിക്കുന്നത്. ലീനിയർ എന്ന് പറഞ്ഞാൽ നീളല്ലേ. അപ്പൊ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് μ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ സ്ട്രിംഗ്. ആ നൂലിന്റെ ആകെ നീളം, മാസ്. ഇതാണ് ആ നൂല് വിചാരിക്കുക. ഈ നൂലിന്റെ ആകെ മാസാണ് M, ഈ നൂലിന്റെ ആകെ നീളമാണ് L എങ്കിൽ μ ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ L ആണ്. ടോട്ടൽ മാസ് ഓഫ് ദ സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ മാസ് ഡെൻസിറ്റി. അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ്. നമ്മള് ആ വലിച്ചു മുറുക്കിയ സ്ട്രിങ്ങിന്റെ യൂണിറ്റ് ലെങ്ത്തിന്റെ മാസാണ് മ്യൂ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് കറക്റ്റ് SI സിസ്റ്റത്തിൽ പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്ററിൽ തന്നെ എഴുതാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളോട് പറയാണ് 80 ഗ്രാം മാസ് ഉള്ള നൂലാണ്, അതിന് നീളം 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ നീളമുള്ള 80 ഗ്രാം മാസ് ഉള്ള ഒരു സ്ട്രിംഗ് ആണ് നിങ്ങൾ വലിച്ചു മുറുക്കി കെട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാ മ്യൂ എഴുതുക? മ്യൂ ഈസ് ഈക്വൽ ടു 80 ഗ്രാം. ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ ആണ്, മീറ്ററിലാക്കുമ്പോൾ × 10⁻². ഇപ്പോഴാണ് കിലോഗ്രാം പെർ മീറ്ററിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളണം. ലീനിയർ മാസ് ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ വരുന്നെങ്കിൽ അതിലൊപ്പം മാസ് ഓഫ് ദ സ്ട്രിങ്ങും ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങും തന്നിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാണാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ് മ്യൂ. ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വലിഞ്ഞു മുറുകിയ അവസ്ഥ നിങ്ങൾക്ക് തരും. ആ നൂലിന്റെ ടെൻഷൻ എത്രയാണ്? 700 ന്യൂട്ടൺ ആണ്, 500 ന്യൂട്ടൺ ആണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ തന്നിട്ടുണ്ടാവും. ലീനിയർ മാസ് ഡെൻസിറ്റിക്ക് മാസും നീളവും തന്നാൽ ലീനിയർ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ആ സ്ട്രിങ്ങിലൂടെ പോകുന്ന ഏത് വേവിന്റെ? ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല √T/μ ആണ്.
അപ്പൊ വലിച്ചു മുറുക്കിയ ടെൻഷൻ കൂടും തോറും സ്പീഡ് കൂടും എന്ന് ചുരുക്കം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ചിലപ്പോൾ നിങ്ങളോട് ഇതിൽ വെലോസിറ്റിയും തരും, ലിനിയർ മാസ് ഡെൻസിറ്റിക്ക് മാസും നിങ്ങളൊക്കെ തരും, നിങ്ങളോട് ടെൻഷൻ ആവും കാണാൻ പറയാം. അപ്പൊ നിങ്ങൾ ഈ ഫോർമുലേനെ എപ്പോഴും സ്ക്വയർ ചെയ്യാൻ ഓർമ്മിച്ചുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഇടതുഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ വി സ്ക്വയർ ആവും, വലതുഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. സോ ടി ഡിവൈഡഡ് ബൈ മ്യൂ എന്നാവും രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്താൽ. അപ്പൊ നിങ്ങളോട് ടെൻഷൻ ആണ് പ്രോബ്ലത്തിൽ ചോദിക്കുന്നെങ്കിൽ ഫൈൻഡ് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ ടെൻഷൻ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി തന്നാൽ, ടോട്ടൽ മാസ് ഓഫ് ദ സ്ട്രിംഗ് തന്നാൽ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് തന്നാൽ നിങ്ങൾക്ക് ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് കാണാൻ വെലോസിറ്റി സ്ക്വയർ ഇൻറ്റു മ്യൂ, മ്യൂ കാണാൻ മാസ് ബൈ ലെങ്ത് ഒക്കെ കറക്റ്റ് യൂണിറ്റിൽ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. സ്ട്രെച്ച്ഡ് സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. ഫോക്കസ് ഏരിയയിലുള്ളതാണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരും. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റിയാണ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റിക്ക് ഒരൊറ്റ ഫോർമുല നമ്മൾ നോക്കാനും പഠിക്കേണ്ടതുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റി, വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ആരാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ സൗണ്ടിന്റെ വെലോസിറ്റി എന്നർത്ഥം, വെലോസിറ്റി ഓഫ് സൗണ്ട്. രണ്ടെണ്ണം പറഞ്ഞാലും ഒരേ ഫോർമുല ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകും. എന്താ പ്രത്യേകത? വേവ് കടന്നു പോകുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ വേവ് പോകുന്ന ഡയറക്ഷന് പാരലൽ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഹൈ പ്രഷറുള്ള കംപ്രഷൻസും ലോ പ്രഷറുള്ള റയറിഫാക്ഷൻസും ആയിട്ടാണ് ആ ലോഞ്ചിറ്റ്യൂഡിന് വേവ് കടന്നു പോവുക. സൗണ്ട് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ശബ്ദം കടന്നു പോകുന്ന സമയത്ത് ശബ്ദത്തിന്റെ വെലോസിറ്റി എത്ര, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റി എത്ര? നമുക്കറിയാം സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവും കൂടിയാണ്. പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്. ലൈറ്റ് നോൺ മെക്കാനിക്കൽ വേവ് ആണ്, മീഡിയം ആവശ്യമില്ല. പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മെക്കാനിക്കൽ മീഡിയം വേണം. മെക്കാനിക്കൽ മീഡിയം എന്ന് പറഞ്ഞാൽ മാസ്, ഡെൻസിറ്റി, ഇലാസ്റ്റിസിറ്റി മുതലായിട്ടുള്ള സ്വഭാവങ്ങളുള്ള മീഡിയം. മാസും ഡെൻസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ഉള്ള മീഡിയത്തിനെയാണ് വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ മീഡിയം. അപ്പൊ ഒരു മെക്കാനിക്കൽ മീഡിയത്തിന് എക്സാമ്പിൾ ആണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മുതലായവ. അപ്പൊ ഒന്നുകിൽ സോളിഡിലൂടെ, അല്ലെങ്കിൽ ലിക്വിഡിലൂടെ, അല്ലെങ്കിൽ ഗ്യാസിലൂടെ, അതായത് എയറിലൂടെയൊക്കെയാണ് ശബ്ദം സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ മീഡിയങ്ങൾ ഒന്നുമില്ലെങ്കിൽ സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. അങ്ങനെ സൗണ്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പോകുന്ന വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ ആദ്യം എഴുതുന്നു. സ്പീഡ് അല്ലെങ്കിൽ v is equal to velocity is equal to root of e divided by rho. ഇമ്പോർട്ടന്റ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷനിലും അല്ലെങ്കിൽ ഡിറൈവ് ദ റിലേഷനിലും ഡയമെൻഷണൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ള ഫോർമുല. സിമ്പിൾ പെൻഡലത്തിന്റെ ഫോർമുല എഴുതിയിട്ട് അടുത്ത് ചെക്ക് ചെയ്യാൻ നോട്ട് ബുക്കിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ഡയമെൻഷണൽ അനാലിസിസിൽ ഈ ഫോർമുല. ഇതില് ശ്രദ്ധിക്കുക, എന്താണ് ഇപ്പൊ എഴുതിയത്? ആരുടെ വെലോസിറ്റിയാണ്? സൗണ്ടിന്റെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വെലോസിറ്റിയാണ്, വേവിന്റെ വെലോസിറ്റിയാണ്. എവിടെ? ഒരു ഇലാസ്റ്റിക് മീഡിയത്തിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ മീഡിയത്തിൽ. അതിൽ ഇ എന്ന് എഴുതിയതിന്റെ അർത്ഥം എനർജി എന്നൊന്നുമല്ല, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മീഡിയം. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മീഡിയം. സോളിഡ്സില് നിങ്ങൾ, ലിക്വിഡ്സില് നമ്മൾ, ഗ്യാസസിൽ നിങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹുക്സ് ലോ പഠിച്ചു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ് പഠിച്ചു. ആ ഭാഗത്ത് വരുന്ന ആളാണ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മീഡിയം ആണ് ഇ. ആൻഡ് ഈ എഴുതിയത് പി എന്നല്ല, റോ എന്നാണ്. റോ ഈസ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് ബന്ധം. സൗണ്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ഇലാസ്റ്റിക് മീഡിയത്തിലൂടെ അല്ലെങ്കിൽ മെക്കാനിക്കൽ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരാണത്? സോളിഡോ, ലിക്വിഡോ, ഗ്യാസ് ഒക്കെ ആവാം. ഇതൊന്നും ഇല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ വേണ്ടത് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഉണ്ടാവണം, ഡെൻസിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ജനറൽ ഫോർമുല പറഞ്ഞു, v is equal to root e by rho. ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്താണാവോ? ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, നോ യൂണിറ്റ്. അപ്പൊ സ്ട്രെസിന്റെ അതേ യൂണിറ്റ് തന്നെയാണ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ്. സ്ട്രെസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നിങ്ങൾക്ക് അറിയാം, അത് പാസ്കൽ എന്നും പറയാം അല്ലെ. പ്രഷറും ഫോഴ്സ് ബൈ ഏരിയയാണ്, ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ആണ്, അതിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. അപ്പോ ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ശ്രദ്ധിക്കുക, SI സിസ്റ്റത്തില് ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം, മാസ് ബൈ വോള്യം ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. അപ്പൊ യൂണിറ്റുകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് വെലോസിറ്റി എന്ത് യൂണിറ്റിൽ കിട്ടുള്ളൂ? SI സിസ്റ്റത്തില് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അപ്പൊ യൂണിറ്റുകൾ എപ്പോഴും എല്ലാ പോയിന്റുകളും പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിനെ നമ്മൾ മൂന്നെണ്ണായിട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ഇലാസ്റ്റിക് മീഡിയങ്ങൾ, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ 3 സ്ഥലത്ത് കൂടെയും ശബ്ദം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാവില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സൗണ്ട് എന്നേ കാണുള്ളൂ.
അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സൗണ്ട് സോളിഡ്സിലൂടെയാണെങ്കിൽ സോളിഡ്സിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി, ലോഞ്ചിറ്റ്യൂണൽ വേവ് കടന്നു പോകുന്ന വെലോസിറ്റി v is equal to റൂട്ട് ഓഫ് ഈ ഇലാസ്റ്റിക്സിന്റെ സ്ഥാനത്ത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൊടുക്കുക. സോളിഡ്സിന് മാത്രമുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് യങ്സ് മോഡുലസും ഷിയർ മോഡുലസും, അറിയാം. അതേ സമയത്ത് ലിക്വിഡ്സിന് ഉള്ള ഒരേ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ബൾക്ക് മോഡുലസ്. യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും ഷിയർ മോഡുലസും സോളിഡ്സിനുണ്ട്. പക്ഷെ ലിക്വിഡ്സിനും ഗ്യാസസിനും ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ സോളിഡ്സിൽ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി എഴുതുമ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എഴുതണം. അപ്പൊ y ഡിവൈഡ് ബൈ മറ്റേ സ്ഥാനത്ത് ഡെൻസിറ്റി റോ തന്നെ, y ബൈ റോ, വേർ y ഈസ് യങ്സ് മോഡുലസ്. എന്താണ് യങ്സ് മോഡുലസ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തായിരുന്നു? ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ അല്ലെ. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഒരു കമ്പീനെ വലിച്ചു നീട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്. അതിനുപയോഗിക്കുന്ന ഫോഴ്സ് mg ആണെങ്കിൽ അവിടെ സ്ട്രെസ് mg ബൈ ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് എഴുതും അല്ലെ. സാർ ഒന്ന് പഠിപ്പിച്ചു തന്നെ, mg ബൈ പൈ ആർ സ്ക്വയർ. ആർ ഈസ് റേഡിയസ്, m ഈസ് ലോഡ് തൂക്കിട്ടത്. അപ്പൊ mg ബൈ പൈ ആർ സ്ക്വയർ ആണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്. ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോ എഴുതിണ്ടാവുക ഡെൽറ്റ എൽ ബൈ എൽ, അതിനാണ് ലീനിയർ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറയാം. അപ്പൊ mg ബൈ പൈ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇങ്ങനെയൊക്കെ സാർ ഒന്ന് ഫോർമുല പറഞ്ഞിട്ടുണ്ടോ? mg ബൈ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഫോർമുല എങ്ങനെ വരും? mg ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് വരും. വേർ എൽ ഈസ് ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എൽ ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത്, ആർ ഈസ് റേഡിയസ് ഓഫ് ദ സ്ട്രിങ്, ആ കമ്പി എന്താ വെച്ചാൽ അയാൾ എം അവിടെ തൂക്കിയിട്ടുള്ള മാസ്. അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസ്, ആ വസ്തുവിന്റെ യങ്സ് മോഡുലസ്, ഇതാണ് ഫോർമുല. അത് നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുക. ഇവിടെ മിക്കവാറും ഒന്നുകിൽ യങ്സ് മോഡുലസ് തരും, വെലോസിറ്റി കാണാൻ പറയും, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് കാണാൻ പറഞ്ഞാൽ വെലോസിറ്റിയും ഡെൻസിറ്റിയും തന്നിട്ടുണ്ടാവും. എന്താണെങ്കിലും y എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് യങ്സ് മോഡുലസ് ആണ്. അപ്പൊ ശബ്ദം സ്റ്റീലിലൂടെ, സാധാരണ ചോദിക്കുന്ന വസ്തു സ്റ്റീലൊക്കെ തന്നെയാണ്, സ്റ്റീലിൽ കൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തരണം, സ്റ്റീലിന്റെ ഡെൻസിറ്റി തരണം. ഓക്കെ, ആർക്കാണ് കൂടുതൽ ഇലാസ്റ്റിസിറ്റി? സോളിഡിനാണോ ലിക്വിഡിനാണോ ഗ്യാസിനാണോ? കൃത്യമായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത് സോളിഡ്സ് ആണ്. അതിനേക്കാളും കുറവ് ഇലാസ്റ്റിസിറ്റിയാണ് ലിക്വിഡ്സിന്. ഇലാസ്റ്റിസിറ്റി ഏറ്റവും കുറഞ്ഞ സാധനമാണ് ഗ്യാസസ്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിസിറ്റി കൂടിയാൽ വെലോസിറ്റി കൂടും എന്ന് നമ്മൾ ഈ ഫോർമുല എഴുതി. അതുകൊണ്ട് സോളിഡിലൂടെയാണ് സൗണ്ട് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക. അതിനേക്കാൾ വേഗത കുറവായിരിക്കും ലിക്വിഡിലൂടെ പോകുമ്പോൾ, ഏറ്റവും വേഗത കുറവായിരിക്കും ഗ്യാസിലൂടെ പോകുമ്പോൾ. അപ്പൊ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത്, എയറിലൂടെയാണോ വാട്ടറിലൂടെയാണോ സ്റ്റീലിലൂടെയാണോ സൗണ്ട് ഏറ്റവും വേഗത്തിൽ കടന്നു പോവുക? ഓർമ്മിച്ചോളുക, സ്റ്റീലിൽ കൂടെയാണ് ഏറ്റവും വേഗത്തിൽ കടന്നു പോവുക. അതിനേക്കാളും വേഗത കുറവാണ് വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഏറ്റവും വേഗത കുറവാണ് എയറിലൂടെ കടന്നു പോകുമ്പോൾ. സോളിഡ്സിലൂടെ മാക്സിമം, ലിക്വിഡ്സിലൂടെ അതിനേക്കാളും കുറവ്, ഗ്യാസസിലൂടെ പോകുമ്പോൾ ഏറ്റവും കുറവ് സൗണ്ടിന്. കാരണം ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ സോളിഡ്സിന്, ദെൻ ഫോർ ലിക്വിഡ്സ് ആൻഡ് മിനിമം ഫോർ ഗ്യാസസ്. അപ്പൊ സോളിഡ്സിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റിയുടെ ഫോർമുല v is equal to റൂട്ട് y ബൈ റോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് y ഒക്കെ കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുലയെ ഒന്ന് സ്ക്വയർ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ v സ്ക്വയർ റോ എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റേണ്ടി വരും. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്താൽ v സ്ക്വയർ സമം y ബൈ റോ എന്ന് വരും. സോ y is equal to v സ്ക്വയർ ഇൻറ്റു റോ. ചിലപ്പോൾ സ്പീഡ് തരും, ഡെൻസിറ്റി തരും, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ ജസ്റ്റ് ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക. സോളിഡ്സിലെ റൂട്ട് y ബൈ റോ ആണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിക്വിഡ്സിൽ എന്തായിരിക്കും? വെള്ളത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ശബ്ദത്തിന്റെ വെലോസിറ്റി എത്ര? ഇൻ ലിക്വിഡ്സ് ഒക്കെ ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിക്കാനേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ബുദ്ധി അപ്ലൈ ചെയ്യാനൊന്നുമില്ല, കാണാപ്പാടം പഠിക്കുക. v is equal to, ഓർമ്മിക്കുക, നിങ്ങൾക്ക് തന്നെ വേഗം എഴുതാൻ പറ്റും. ഏത് ഇലാസ്റ്റിസിറ്റി ആണ് ലിക്വിഡ്സിനുള്ളത്? യങ്സ് മോഡുലസ് ഉണ്ടോ? വലിച്ചു നീട്ടാൻ പറ്റുമോ? നീളം മാറ്റാൻ പറ്റുമോ? ഇല്ല. ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ഉണ്ടോ? ഷേപ്പ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഏത് മാത്രമേ ഉള്ളൂ? ദർ ഈസ് ഓൺലി വൺ. വോള്യം ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വോള്യത്തിന്റെ ചേഞ്ചുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് എന്താണ് സാധനം? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ ഇന്റെ സ്ഥാനത്ത് ബി എന്ന് എഴുതാം, ബി ഡിവൈഡഡ് ബൈ റോ, വേർ ബി ഈസ് ബൾക്ക് മോഡുലസ് ഓഫ് ദാറ്റ് ലിക്വിഡ്, റോ ഡെൻസിറ്റി. ക്ലിയർ? അപ്പോ v is equal to റൂട്ട് ബി ബൈ റോ. നേരത്തെ v is equal to റൂട്ട് y ബൈ റോ ആയിരുന്നു, ഇപ്പൊ v is equal to റൂട്ട് ബി ബൈ റോ. ഓക്കെ, മനസ്സിലാവുന്നത് വിചാരിക്കണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോളിഡ് പറഞ്ഞു, ലിക്വിഡ് പറഞ്ഞു, ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി, വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസ്, velocity of sound through gas.
ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ശ്രദ്ധിക്കാം, ഈ ബി ഇസ് ഈക്വൽ ടു പി എന്നാണ് ന്യൂട്ടൺ കാൽക്കുലേറ്റ് ചെയ്തത്. ആദ്യം പറഞ്ഞ ആള് ന്യൂട്ടൺ ആണ്. ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി നമുക്കറിയാം. ഗ്യാസിനും നേരത്തെ പറഞ്ഞ ഇലാസ്റ്റിസിറ്റി അത് തന്നെയാണ്, ബൾക്ക് മോഡുലസ് തന്നെയാണ്. യങ്സ് മോഡുലസോ ഷിയർ മോഡുലസോ ഒന്നുമില്ല. അപ്പോ ഈ നേരത്തെ എഴുതിയ ഇലാസ്റ്റിസിറ്റിയുടെ സ്ഥാനത്ത് ബി തന്നെയാണ് എഴുതേണ്ടത്. ആ ബി ഇസ് ഈക്വൽ ടു പി ആണ്, പ്രഷർ ആണ് എന്ന് ന്യൂട്ടൺ അസ്യൂം ചെയ്തു. അപ്പൊ ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു റൂട്ട് പി ബൈ റോ എന്നായി. പി ഈസ് പ്രഷർ ഓഫ് ദ ഗ്യാസ്. എന്താ എഴുതാൻ കാരണം? ബൾക്ക് മോഡുലസ് ഗ്യാസസിന് പ്രഷറിന് ഈക്വൽ ആണ് എന്ന് അദ്ദേഹം എഴുതി. എപ്പോഴാണ് പ്രഷറിന് ഈക്വൽ ആവുക? അദ്ദേഹം വിചാരിച്ചത് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ എയറിലെ ഗ്യാസില് ഐസോതെർമൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നടക്കുന്നത് എന്നാണ്. ഐസോതെർമൽ ചേഞ്ച് ആണ് ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്ന് കരുതിയാണ് അദ്ദേഹം ബൾക്ക് മോഡുലസിന് പ്രഷർ എന്ന് എഴുതിയത്. എന്താ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുക. നമുക്കറിയാം സൗണ്ട് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണിൽ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ വേവിന്റെ മോഷന് പാരലൽ ആയതുകൊണ്ട് അടുത്തേക്ക് വരും, കംപ്രഷൻ ആവും, പ്രഷർ കൂടും. അകന്നു പോവും, റയറിഫാക്ഷൻ ആവും, പ്രഷർ കുറയും. അപ്പൊ പ്രഷർ കൂടിയാൽ വോള്യം നോക്കൂ, പ്രഷർ കൂടിയാൽ വോള്യം കുറഞ്ഞു. അടുത്തേക്ക് വന്നപ്പോ അകന്നു പോയപ്പോ പ്രഷർ കുറഞ്ഞു, അപ്പൊ വോള്യം കൂടി. അപ്പൊ പ്രഷറും മാറുന്നുണ്ട്, വോള്യവും മാറുന്നുണ്ട് ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഗ്യാസിലൂടെ സഞ്ചരിക്കുമ്പോൾ. ന്യൂട്ടൺ കരുതി പ്രഷറും വോള്യം ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്തത്. അതാണ് ഐസോതെർമൽ ചേഞ്ച് എന്ന് പറയുന്നത്. പ്രഷറും മാറുന്നുണ്ട്, വോള്യവും മാറുന്നുണ്ട്, പക്ഷെ ആര് മാറുന്നില്ല? ടെമ്പറേച്ചർ മാറുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ബൾക്ക് മോഡുലസ് ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പ്രഷർ. ഐസോതെർമൽ കണ്ടീഷനിൽ ബൾക്ക് മോഡുലസ് പ്രഷറിന് ഈക്വൽ ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ തെർമോഡൈനാമിക്സിൽ സാറ് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അത് അവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും നിങ്ങൾ ഓർമ്മിക്കുക. ഐസോതെർമൽ കണ്ടീഷനിൽ ബൾക്ക് മോഡുലസ് ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പ്രഷർ ഇറ്റ് സെൽഫ്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെയ്തു തരാം. ഇപ്പൊ തൽക്കാലം ഓർമ്മിക്കുക, ബി ഈസ് ഈക്വൽ ടു പി. അപ്പോഴാണ് റൂട്ട് പി ബൈ റോ എന്ന് എഴുതിയത്. അങ്ങനെ നോക്കിയപ്പോ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എന്താ എസ് ടി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കെമിസ്ട്രിയിൽ എപ്പോഴും കേൾക്കുന്ന വാക്കാം. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സി, 273 കെൽവിൻ നടത്തും. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയർ. അപ്പൊ 273 കെൽവിനില് 1 അറ്റ്മോസ്ഫിയർ. 1 അറ്റ്മോസ്ഫിയർ എന്താന്ന് നിങ്ങൾക്കറിയാം, അതും സാറ് ഫ്ലൂയിഡ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 1.013 into 10⁵ പാസ്കൽ. 1.013 into 10⁵ പാസ്കലിനെയാണ് ഒരു അറ്റ്മോസ്ഫിയർ. അതായത് സീ ലെവലിൽ, പൊന്നാനിയിലൊക്കെ ആണെങ്കിൽ കടലിന്റെ നിരപ്പിലാണ്, അവിടെയുള്ള അന്തരീക്ഷ മർദ്ദത്തിനെയാണ് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ATM എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് ടെല്ലിംഗ് മെഷീൻ അല്ല, പൈസ എടുക്കുന്ന മെഷീൻ അല്ല. ഫിസിക്സിലെ ATM അറ്റ്മോസ്ഫിയർ എന്നുള്ള പ്രഷറിന്റെ യൂണിറ്റിന്റെ ചുരുക്ക രൂപമാണ്. അപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിൽ 273 കെൽവിൻ ടെമ്പറേച്ചറിൽ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് ഞാൻ എഴുതിയത്. നിങ്ങൾ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഓർമ്മിക്കണം, STP എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ ഏകദേശം ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ എന്നെങ്കിലും ഓർമ്മിക്കുക SI സിസ്റ്റത്തിൽ. അപ്പൊ ആ ടെമ്പറേച്ചറിലും പ്രഷറിലും അദ്ദേഹം ഈ ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തപ്പോ തിയററ്റിക്കലായിട്ട്, അതായത് 0 ഡിഗ്രി സി നടത്താം 273 കെൽവിനില് ശബ്ദത്തിന്റെ വെലോസിറ്റി കിട്ടിയത് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എയറിന്റെ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയറിന്റെ ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ പ്രഷറിന്റെ സ്ഥാനത്ത് 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന 10⁵ പാസ്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉത്തരം കിട്ടിയത് 0 ഡിഗ്രി സിയിൽ 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കിയപ്പോൾ 0 ഡിഗ്രി സിയിലെ സൗണ്ടിന്റെ വെലോസിറ്റി എക്സ്പെരിമെന്റലായി ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഇതായിരുന്നില്ല, പകരം 330 മീറ്റർ പെർ സെക്കൻഡ് ആയി. കുറച്ച് വിശദീകരിച്ച് പറയുന്ന ഭാഗമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ന്യൂട്ടൺ എഴുതിയ V = റൂട്ട് പി ബൈ റോ എന്നുള്ള തിയററ്റിക്കൽ വാല്യൂവിനായിട്ട് തെറ്റാണ് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള വാല്യൂ. അപ്പൊ ഇതാണല്ലോ ശരി, എക്സ്പെരിമെന്റ് ആയിട്ട് കിട്ടും, നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ ശരി. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട് എന്ന് മനസ്സിലായി. അതായത് ഈ ഫോർമുലയ്ക്ക് എന്തോ പോരായ്മയുണ്ട്. ആ പോരായ്മ മാറ്റിയ ആളുടെ പേരാണ് ലാപ്ലേസ്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാപ്ലേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ന്യൂട്ടൺ എഴുതിയ ഫോർമുലയെ കറക്റ്റ് ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം കറക്റ്റ് ചെയ്തത്? ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ്. ബൾക്ക് മോഡുലസ് ഈക്വൽ ടു ഗാമ പി എന്ന് എഴുതി. ഈ R എന്നല്ല വായിക്കേണ്ടത്, ഗാമ. ആരാണ് ഗാമ? ഗാമ ഈസ് ഈക്വൽ ടു CP/CV. ഇതൊക്കെ
ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ടെണ്ണം ഉണ്ട് ഗ്യാസസിന്. സോളിഡ്സിന്റെ ലിക്വിഡ്സിന്റെ ഗ്യാസ് കാര്യമല്ല പറയുന്നത്. ഗ്യാസിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ട് കണ്ടീഷനിലുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് പ്രഷറിൽ, അതാണ് CP. രണ്ട് കോൺസ്റ്റന്റ് വോള്യത്തിൽ, അതാണ് CV. എല്ലാവർക്കും അറിയാം CP ഈസ് ഗ്രേറ്റർ ദാൻ CV ആണ്. CP മൈനസ് CV ഈസിക്കൽ ടു ക്യാപിറ്റൽ R ആണ്. എന്ത് റിലേഷനാണ്? മേയേഴ്സ് റിലേഷൻ. തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഡെറൈവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ CPയും CVയും എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ CP/CVനെ വിളിക്കുന്ന പേരാണ് ഗാമ. ഇത് മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഒരു വാല്യൂ ആണ്, ഡയറ്റോമിക് ഗ്യാസിന് ഒരു വാല്യൂ ആണ്, ട്രയറ്റോമിക് ഗ്യാസിന് വേറൊരു വാല്യൂ ആണ്. അത് ഫോർ എയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഫോർ എയറിനാണെങ്കിൽ, എയറിൽ എല്ലാവരും ഉണ്ടല്ലോ, ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് ഡബിൾ ഡയറ്റോമിക് ഗ്യാസിന്റെയാണ് ഏകദേശം എടുക്കുക. ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു 7/5 ആണ്. എന്ന് പറഞ്ഞാൽ 1.4 ആണ്. ഗാമയുടെ വാല്യൂ 1.4 ആണ്. അപ്പൊ ആരാണ് ഗാമ എന്ന് ഓർമ്മിക്കുക? ഗാമ എന്ന് പറഞ്ഞാൽ CP/CV, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോള്യം ഫോർ ദ ഗിവൺ ഗ്യാസ്. തന്നിട്ടുള്ള ഗ്യാസ്, ഏത് ഗ്യാസിലൂടെയാണ് ശബ്ദം പോകുന്നത്, ആ ഗ്യാസിന്റെ ഗാമയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം പ്രഷറിനോട്, എന്നാലേ ബൾക്ക് മോഡുലസ് ആവുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് ഈ കണ്ടീഷൻ വരണമെങ്കിൽ? അദ്ദേഹം പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ന്യൂട്ടൺ വിചാരിച്ച കാര്യം മാറ്റി. ന്യൂട്ടൺ എന്താ വിചാരിച്ചത്? ശബ്ദം കടന്നു പോകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, ഐസോതെർമൽ ആണെന്ന് വിചാരിച്ചു. പ്രഷറും വോളിയൊക്കെ മാറും, ഹൈ പ്രഷറും ലോ പ്രഷറും ഒക്കെ വരുന്നുണ്ട്, കമ്പാഷൻ റയറിഫാക്ഷൻ വരുമ്പോൾ. പക്ഷെ ടെമ്പറേച്ചർ മാറില്ല എന്ന് കരുതിയത് തെറ്റാണെന്ന് ലാപ്ലേസ് പറഞ്ഞു. അതാണ് കറക്ഷൻ. അപ്പൊ ലാപ്ലേസ് പറയുന്നത് അഡയബാറ്റിക് ചേഞ്ചസ് ആണ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, ശബ്ദം കടന്നു പോകുമ്പോൾ പ്രഷറും മാറും, വോള്യൂം മാറും, ടെമ്പറേച്ചറും മാറും ഗ്യാസിന്റെ. അങ്ങനെ അഡയബാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് നടക്കുന്ന സമയത്ത് ബൾക്ക് മോഡുലസ് കാണാനുള്ള ഫോർമുല പ്രഷർ അല്ല, ഗാമ ഇൻറ്റു പ്രഷർ ആണ് എന്ന് തിരുത്തി എഴുതി ആര്? ലാപ്ലേസ്. ഈ B സമം ഗാമ P എന്നുള്ളതും ആ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിൽ പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പൊ ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു പ്രഷർ ഐസോതെർമൽ പ്രോസസ്സിന്, ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു ഗാമ P ഫോർ അഡയബാറ്റിക് പ്രോസസ്സിന് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിന്റെ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ തൽക്കാലം നമുക്കിത് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അഡയബാറ്റിക് ചേഞ്ചസ് ആവുമ്പോൾ ബൾക്ക് മോഡുലസ് ഗാമ P എന്നുള്ള ഫോർമുല ഓർമ്മിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ ഫോർമുല ന്യൂട്ടന്റെ ഫോർമുലനെ ലാപ്ലേസ് കണക്ട് ചെയ്തു. അപ്പൊ ലാപ്ലേസ് കണക്റ്റഡ് ഫോർമുല ഈസ് V is equal to റൂട്ട് ഗാമ P/ρ എന്നായി. ന്യൂട്ടൺ എഴുതിയത് റൂട്ട് P/ρ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരും. ന്യൂട്ടൺ എഴുതിയത് റൂട്ട് P/ρ എന്നാണ്. എന്താണ് P? പ്രഷർ. അത് എവിടെ കൊടുത്തു? നേരത്തെ പറഞ്ഞ ബൾക്ക് മോഡുലസിന് പകരം കൊടുത്തു. അത് കൊടുക്കാൻ കാരണം ഐസോതെർമൽ ചേഞ്ച് ആണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു P ആണ്, പ്രഷറാണ്. പക്ഷേ അത് എക്സ്പെരിമെന്റൽ വാല്യൂവിനെ ആയിട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ട് ലാപ്ലേസ് അതിനെ കറക്റ്റ് ചെയ്തു. എങ്ങനെ കറക്റ്റ് ചെയ്തു? അവിടെ നടക്കുന്നത് സൗണ്ട് പോകുമ്പോൾ മീഡിയത്തില് എന്താ നടക്കുക? അഡയബാറ്റിക് ചേഞ്ചസ് നടക്കും. അപ്പോൾ ബൾക്ക് മോഡുലസ് കാണാനുള്ള ഫോർമുല ഗാമ P ആണ്. ആരാണ് ഗാമ? CP/CV ആണ് എന്ന് കറക്റ്റ് ചെയ്ത് V സമം ഗാമ P/ρ റൂട്ട് ഗാമ P/ρ കൊടുത്തപ്പോൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റൽ വാല്യൂവും തിയററ്റിക്കൽ വാല്യൂവും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ സെയിം ആയി വന്നു. ആൻഡ് ദാറ്റ് ഈസ് 330 m/s. ഫോർമുലയും വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാം. 0 ഡിഗ്രി സിയിൽ ശബ്ദം വായുവിലൂടെ കടന്നു പോകുന്ന വേഗത 330 m/s. 0 ഡിഗ്രി സിയിലെ സൗണ്ട് എയറിലൂടെ, നമ്മൾ കാണുന്ന ഈ എയറിലൂടെ, എയറിന്റെ ഡെൻസിറ്റി നമുക്ക് ഇതിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രഷറിന്റെ സ്ഥാനത്ത് 1 atm 1 അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഗാമയുടെ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ 1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് 7/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഉത്തരം 330 m/s ആണ്. അത് തന്നെയാണ് എക്സ്പെരിമെന്റിലും കിട്ടുന്ന കാര്യം. അപ്പോ ന്യൂട്ടൺ ലാപ്ലേസ് കറക്റ്റഡ് ഫോർമുല എന്ന് പറയും, അല്ലെങ്കിൽ ലാപ്ലേസ് ഫോർമുല എന്ന് പറയും V is equal to റൂട്ട് ഗാമ P/ρ. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ പോയിന്റുകൾ ഓർമ്മിക്കുക. ശബ്ദം സഞ്ചരിക്കുമ്പോൾ പ്രഷറും വോള്യവും മാത്രമല്ല എന്തും മാറും, ആ ഗ്യാസിലെ ടെമ്പറേച്ചറിലും മാറ്റം ഉണ്ടാവും. അഡയബാറ്റിക് ചേഞ്ചസ് ആണ്. എല്ലാം പ്രഷറും വോള്യവും ടെമ്പറേച്ചറും മാറുന്ന പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്, അല്ലെ? ടെമ്പറേച്ചർ മാത്രം കോൺസ്റ്റന്റ് ആവും, അതാണ് ഐസോതെർമൽ പ്രോസസ്സ്. പ്രഷർ കോൺസ്റ്റന്റ് ആവും, ഐസോബാറിക് പ്രോസസ്സ്. വോള്യം കോൺസ്റ്റന്റ് ആവും, ഐസോകോറിക് പ്രോസസ്. അതേസമയത്ത് അഡയബാറ്റിക് പ്രോസസ്സിന് പ്രഷറും വോള്യവും ടെമ്പറേച്ചറും മാറും. അപ്പൊ അഡയബാറ്റിക് ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത് എന്ന് കരുതിയാണ് ഈ ഫോർമുല എഴുതിയത്. ഇമ്പോർട്ടന്റ്. ഇനി ഇതിന് ഈ ഫോർമുലയെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഫോർമുല ഒന്നുകൂടി ബൈ ഹാർട്ട് പഠിച്ചോളാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസിയസ് മീഡിയം. ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി, എയറിലൂടെ ശബ്ദം കടന്നു പോകുന്ന വെലോസിറ്റി റൂട്ട് ഗാമ P/ρ. ആരാണ് ഗാമ? CP/CV. എയർ ആണെങ്കിൽ അത് 1.4 അല്ലെങ്കിൽ 7/5 എന്ന് കൊടുക്കാം. P എന്ന് പറഞ്ഞാൽ അവിടുത്തെ അപ്പ സമയത്തുള്ള പ്രഷർ, റോ എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഡെൻസിറ്റി. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്
ശബ്ദത്തിന്റെ വെലോസിറ്റിയെ ഗ്യാസിലൂടെ കടന്നു പോകുമ്പോൾ സ്വാധീനിക്കുക? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്, ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ബന്ധപ്പെടുക? അപ്പൊ നിങ്ങൾ ആ ഫോർമുല നോക്കിയാൽ തന്നെ കാണാം. ഒന്ന് പി ഉണ്ട്, പ്രഷറിനായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോവാം. നമുക്കറിയാം, ശ്രദ്ധിക്കാം, ഫോർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ആർ ടി, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ഫോർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ആർ ടി. ആരാണ് പി? പ്രഷർ, വി വോള്യം, ആർ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഇപ്പൊ ഞാൻ എഴുതിയത് 1 മോൾ ഗ്യാസിന്റെ ഇക്വേഷൻ, പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ. n മോൾ ഉണ്ടെങ്കിൽ n ആർ ടി നോക്കുക. അപ്പൊ അതിന്റെ പിയും വി ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വിക്ക് പകരം വി എന്നുള്ളതിനെ മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാലോ അല്ലെ? എന്താ കാരണം? ഡെൻസിറ്റി സമം മാസ് ബൈ വോള്യമാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം. നമുക്ക് ഇവിടുത്തെ ഡെൻസിറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം ആണെങ്കിൽ വോള്യം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. വോള്യത്തിന് പകരം മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതി. ഓക്കെ, ആരുടെ മാസാണ്? ആരുടെ വോള്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മോൾ ഗ്യാസിന്റെ വോള്യമാണ്. അപ്പൊ ഒരു മോൾ ഗ്യാസിന്റെ മാസാണ് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. അപ്പൊ എം ഈസ് മോളാർ മാസ് ആണെന്ന് ചുരുക്കം, ആ ഗ്യാസിന്റെ ഒരു മോളിന്റെ മാസ്. അപ്പോ വോള്യത്തിന് പകരം മോളാർ മാസ് ബൈ ഡെൻസിറ്റി എഴുതി ഈക്വൽ ടു ആർ ടി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇഫ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചറിന്റെ മാറ്റം പറയുന്നില്ല, പ്രഷറിന്റെ മാറ്റം മാത്രമേ പറയുന്നുള്ളൂ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ബോയിൽസ് ലോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം അല്ലെ? ദാറ്റ് ഈസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by v. Therefore PV is equal to constant അല്ലേ? ഇവിടെ നോക്കിയാലും കാണാം PV is equal to constant ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം കോൺസ്റ്റന്റ് ആയി. അപ്പൊ PV സമം കോൺസ്റ്റന്റ് ആണ് ബോയിൽസ് ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പ്രകാരം ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ P into m by rho equal to constant എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷനിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അടുത്ത ഭാഗം P m by rho കോൺസ്റ്റന്റ് ആണ്. ഇതിൽ m എന്ന് പറയുന്ന ആളാരാ? മോളാർ മാസ് ആണ്. ഒരു മോൾ ഗ്യാസിന്റെ മാസ് അയാൾക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഗ്യാസിന് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് മോളാർ മാസ്. അപ്പൊ എം ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. Therefore നമുക്ക് എഴുതാം P by rho equal to constant. വേറെ വഴിയില്ല. P m by rho കോൺസ്റ്റന്റ് ആണ്, അല്ലെ? m കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇനി P by rho യും കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്താ P by rho കോൺസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞർത്ഥം? പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും, പ്രഷർ കുറഞ്ഞാൽ ഡെൻസിറ്റിയും കുറയും. പ്രഷർ രണ്ടിരട്ടിയായാൽ ഡെൻസിറ്റി രണ്ടിരട്ടിയാവും, വീണ്ടും P by rho മാറില്ല. പ്രഷർ പകുതിയായാൽ ഡെൻസിറ്റിയും പകുതിയാവും, അതേപോലെ തന്നെ P by rho മാറില്ല. അപ്പോ പ്രഷർ കൂടിയാലും കുറഞ്ഞാലും P by rho മാറില്ല. എങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. P by rho മാറിയിട്ടില്ലെങ്കിൽ വെലോസിറ്റി മാറോ? ഇല്ല. ഗാമ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, തന്നുള്ള ഗ്യാസിന്റെ Cp/Cv. അപ്പൊ പ്രഷർ കൂടിയാൽ ഡെൻസിറ്റിയും കൂടും, അതുകൊണ്ട് വെലോസിറ്റി മാറില്ല. പ്രഷർ കുറഞ്ഞാൽ ഡെൻസിറ്റി കുറയും, അപ്പോഴും വെലോസിറ്റി മാറില്ല. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ്, ഇങ്ങനെ തന്നെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എയർ ഓർ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. എപ്പോഴാണ് കണ്ടീഷന്റെ? ഇഫ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറാത്തോടത്തോളം കാലം പ്രഷറിന് എന്ത് ചേഞ്ച് ഉണ്ടായാലും ആര് മാറില്ല? വെലോസിറ്റി, സൗണ്ടിന്റെ വെലോസിറ്റി എയർ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസിലൂടെ കടന്നു പോകുമ്പോൾ മാറില്ല. ബോയിൽസ് ലോ പ്രകാരം P by rho കോൺസ്റ്റന്റ് ആണ്. ഇത് ബോയിൽസ് ലോ ആണ് ഇപ്പൊ ഞാൻ എഴുതിയത്. PV is equal to constant എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു മാസ് ബൈ ഡെൻസിറ്റി ഇസ് കോൺസ്റ്റന്റ്. മാസ് മോളാർ മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് P by rho കോൺസ്റ്റന്റ്. അപ്പൊ പ്രഷർ കൂടിയാലും കുറഞ്ഞാലും സൗണ്ടിന്റെ വെലോസിറ്റി ഗ്യാസിലൂടെ പോകുമ്പോൾ മാറില്ല, ടെമ്പറേച്ചർ മാറാത്തിടത്തോളം കാലം. പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ടെമ്പറേച്ചറിനായിട്ടുള്ള ബന്ധം എന്താവും നമുക്ക് കാണാം. Then what is the relation between velocity and temperature? അപ്പൊ ടെമ്പറേച്ചർ മാറിയാൽ പ്രഷർ മാറും, സ്വാഭാവികമായിട്ട് വെലോസിറ്റി മാറും. അപ്പൊ നമുക്ക് വീണ്ടും ഈ ഫോർമുലയിലേക്ക് വരിക. Pm by rho is equal to RT. ഒരു മോൾ ഗ്യാസിന് പ്രഷർ ഇൻറ്റു വോള്യത്തിന്റെ സ്ഥാനത്ത് ഒരു മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എഴുതി ഇൻറ്റു R ഈക്വൽ ടു RT. അപ്പൊ therefore P by rho എന്ത് എഴുതാം? P by rho ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. P by rho ഇവിടെ നിർത്താൻ ഈ m അപ്പുറത്തേക്കാ പോട്ടെ. Therefore RT by m ആവും. നിങ്ങൾ ഒപ്പം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. So pressure by density is equal to RT by m എന്ന് കിട്ടും. Okay. Therefore velocity is equal to, important ആയിട്ടുള്ള ഫോർമുല, വെരി ഇമ്പോർട്ടന്റ്, ഗാമ ഇൻറ്റു P by rho ന്റെ പകരം RT by m എന്ന് എഴുതാം. എന്താണ് ഇപ്പൊ എഴുതിയ ഫോർമുല? വെലോസിറ്റി ഓഫ് സൗണ്ട് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ത്രൂ ഗ്യാസിലൂടെ പോകുന്ന വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഗാമ RT by m. ഈ ഫോർമുലനെ മാറ്റി പ്രഷറിനെയും ഡെൻസിറ്റിനെയും മാറ്റി അവിടെ ടെമ്പറേച്ചറിനെയും മോളാർ മാസിനെയും കൊണ്ടുവന്നു. ഗാമ എന്ന് പറഞ്ഞാൽ Cp/Cv, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നിർബന്ധമാണ്,
ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. ഒരു കാരണവശാലും ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൊടുക്കരുത് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ. പ്രോബ്ലങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമുലയാണ്. ആൻഡ് എം ഈസ് ആരാണെന്ന് മോളാർ മാസ്. മോളാർ മാസ് ആണ് എം. അപ്പൊ ഒരു ഗ്യാസിന്റെ മോളാർ മാസ് അറിയാമെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെൽവിനിലുള്ള ടെമ്പറേച്ചർ അറിയാമെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്ക് അറിയാം 8.314 ആണ്. ഗാമയുടെ വാല്യൂ എയർ ആണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയാണോ അതിനനുസരിച്ച് മോണോ അറ്റോമിക്കിന് വാല്യൂ ഉണ്ട്, ഡയറ്റോമിക്കിന് വാല്യൂ ഉണ്ട്, ട്രയറ്റോമിക്കിന് വാല്യൂ ഉണ്ട്. ഏത് ഗ്യാസിനാണെങ്കിലും ഗാമയുടെ വാല്യൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ വെലോസിറ്റി. അപ്പൊ ശബ്ദത്തിന്റെ വെലോസിറ്റി, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് ഗ്യാസിലുള്ള ബന്ധമാണ് റൂട്ട് ഗാമ ആർ ടി ബൈ എം. ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഫോർമുല എങ്ങനെ ഈ ഫോർമുല ആയത് എന്നുള്ളത് ഈ പറഞ്ഞ ഈ ഭാഗം ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് എത്തിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഒരു ഗ്യാസ് ആണ്, അപ്പൊ ഗ്യാസ് ആകുമ്പോൾ ഒരു ഗ്യാസ് മാറിയിട്ടില്ല. അപ്പൊ ഗ്യാസ് മാറിയിട്ടില്ലെങ്കിൽ ഗാമ മാറിയിട്ടില്ല, ക്യാപിറ്റൽ ആർ മാറിയിട്ടില്ല, ക്യാപിറ്റൽ എം മാറിയിട്ടില്ല, മോളാർ മാസ് മാറിയിട്ടില്ല. ഒരു ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചറിലേക്ക് ബന്ധം? ബി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി അല്ലെ. ഗാമയും ആറും എമ്മും കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുള്ള ഗ്യാസ്. ഗ്യാസ് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ മാറിയ വെലോസിറ്റി മാറുന്നത് എങ്ങനെയായിരിക്കും? ബി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അപ്പൊ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കണം T1 ടെമ്പറേച്ചറിലുള്ള വെലോസിറ്റി V1 ആണെന്ന് കരുതുക. സോ V1 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് T1. ടെമ്പറേച്ചർ T2 ആയിട്ട് മാറി, അപ്പോൾ വെലോസിറ്റി V2 ആണെന്ന് കരുതുക. സോ V2 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് T2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി എല്ലാം എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് പ്രൊപ്പോർഷണൽ എഴുതാം. Therefore ഇമ്പോർട്ടന്റ് ആണ് V1 by V2. പരീക്ഷയ്ക്ക് പ്രോബ്ലങ്ങൾക്ക് ആവശ്യമുള്ള ഒരു എൻട്രൻസിനൊക്കെ ആവശ്യമുള്ള ഒരു ടിപ്പ് ഫോർമുല V1 by V2 is equal to root of T1 ഡിവൈഡ് ചെയ്യാം T1 by T2. ഓർമ്മയിൽ വെച്ചോളൂ. V1 by V2 is equal to root T1 by T2. But V1 is velocity of sound in a gas at temperature T1. V2 is velocity of sound in a gas at temperature T2. ഈ നാലിൽ ഏതെങ്കിലും മൂന്നെണ്ണം തന്നാൽ നാലാമത്തെ ആളെ കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വരും, ഇപ്പോഴത്തെ വെലോസിറ്റി വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ടെമ്പറേച്ചറിൽ എത്ര വെലോസിറ്റി എന്ന് V2 കാണാൻ പറ്റും. അല്ലെങ്കിൽ V2 തന്നിട്ട് ആ ടെമ്പറേച്ചർ എത്രയാണ് T2 കാണാൻ പറ്റും. ഏത് ടെമ്പറേച്ചറിലാണ് ഈ വെലോസിറ്റിയിലേക്ക് മാറുക എന്ന് ചോദിക്കും. അപ്പൊ ഈ V1 V2 T1 T2 ഏതെങ്കിലും മൂന്ന് ആൾക്കാരെ തന്നാൽ നാലാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറയും. ഇമ്പോർട്ടന്റ് ആണ് ഫോർമുല V1 by V2 equal to root T1 by T2. ഓക്കെ, ഞാൻ അത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോബ്ലം പറയാം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നോട്ടിൽ എഴുതിയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വീണ്ടും പറഞ്ഞു ടെമ്പറേച്ചർ ഒക്കെ കെൽവിനിൽ തന്നെ എഴുതിക്കോണം. 0 ഡിഗ്രി സിയിലുള്ള വെലോസിറ്റിയുടെ 0 ഡിഗ്രി സിയിൽ ശബ്ദത്തിന്റെ വെലോസിറ്റിയുടെ ഇരട്ടി വെലോസിറ്റി ആകാൻ എത്ര ടെമ്പറേച്ചർ ആവണം? ഒരു ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോവാണ്, എയറിലൂടെ ശബ്ദം കടന്നു പോവാണ്. 0 ഡിഗ്രി സിയിൽ എത്ര വെലോസിറ്റി ഉണ്ട്? നമ്മൾ പറഞ്ഞു എയറിലൂടെ ശബ്ദത്തിന്റെ വെലോസിറ്റി 0 ഡിഗ്രി സിയിൽ എത്രയാ? 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് നേരത്തെ എക്സ്പെരിമെന്റൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എത്ര ആണെങ്കിൽ ആവട്ടെ, 0 ഡിഗ്രി സിയിലുള്ള വെലോസിറ്റിയുടെ ഇരട്ടി വെലോസിറ്റി ആകുന്ന ടെമ്പറേച്ചർ എത്ര? ഇതാണ് ചോദ്യം. 0 ഡിഗ്രി സിയിലുള്ള വെലോസിറ്റിയുടെ ഇരട്ടി വെലോസിറ്റി ആവാൻ എത്രയായിരിക്കണം ടെമ്പറേച്ചർ വേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എൻട്രൻസിന് ചോദിച്ച ചോദ്യമാണ്. നമ്മളെ പരീക്ഷയ്ക്ക് NCERT ഉള്ളതാണ്. എങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിച്ചോ? നമുക്കറിയാവുന്നത് 0 ഡിഗ്രി സിയിലുള്ള വെലോസിറ്റി T1 ഈക്വൽ ടു 0 ഡിഗ്രി സി. ഓക്കെ, 0 ഡിഗ്രി. അപ്പൊ ആദ്യത്തെ ടെമ്പറേച്ചർ T1 ഈക്വൽ ടു 0 ഡിഗ്രി സി. ഡിഗ്രി സെൽഷ്യസിൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കെൽവിനിലാക്കണം. അങ്ങനെ കെൽവിനാക്കുക, ഡിഗ്രി സീനെ കെൽവിനാക്കാൻ 273 കൂട്ടുക പഠിപ്പിച്ചത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ. സോ 273 കെൽവിൻ. അപ്പൊ നമുക്ക് T1 കിട്ടി. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് V എന്ന് കരുതുക. അപ്പൊ V1 ഈക്വൽ ടു V. ഓക്കെ, ഇനി പുതിയ വെലോസിറ്റി ഇതിന്റെ ഇരട്ടി ആവണം എന്നാ പറഞ്ഞത്. 0 ഡിഗ്രി സിയിലുള്ള വെലോസിറ്റി V ആണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാവും? 2V ആവണം. അത് നമുക്കറിയില്ല, എത്രയെന്ന് അറിയും വേണ്ട. ആവണമെങ്കിൽ അതിന് വേണ്ട ടെമ്പറേച്ചർ എത്ര? T2 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. T2 കണ്ടുപിടിക്കണം. അപ്പോ V 2V ആവണം, അതിന് വേണ്ട T2 വേണം. V ആരാണ്? 0 ഡിഗ്രി സിയിൽ, അതായത് 273 കെൽവിനിൽ T1 ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിലേക്ക് പോവാം. V1 by V2 റൂട്ട് T1 by T2. V1ന്റെ സ്ഥാനത്ത് ഞാൻ എഴുതി V ഡിവൈഡഡ് ബൈ, ഓക്കെ, V2ന്റെ സ്ഥാനത്ത് എഴുതി 2V, ഓക്കെ, ഈക്വൽ ടു റൂട്ട് ഓഫ് T1ന്റെ സ്ഥാനത്ത് 273 തന്നെ എഴുതണം. 0 എഴുതിയാൽ ഉത്തരമൊക്കെ തെറ്റിപ്പോകും. ഡിവൈഡഡ് ബൈ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ കിടക്കട്ടെ T2. നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലുള്ള ആളെ കണ്ടുപിടിക്കേണ്ടി വരുന്നതുകൊണ്ട് രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. അതിന് മുമ്പ് ആദ്യം ഈ വിയും ബിയും ഒന്ന് വെട്ടിക്കളയാം. സോ സ്ക്വയർ ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്ത് 1/2ന്റെ സ്ക്വയർ, 1/2ന്റെ സ്ക്വയർ എത്രയാ? 1/4 ഈക്വൽ ടു അവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോവും 273/T2. ശരിയല്ലേ? ഇനി T2 പുറത്തേക്ക് വന്നാൽ T2 ഇവിടെ എത്തി, T2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 4 അപ്പുറത്തേക്ക് പോവും. 4 into
273 ദാറ്റ്സ് ഈക്വൽ ടു 1092 കെൽവിൻ എന്ന് കിട്ടും. 4 12 ബാക്കി ഒന്ന് 4 7 21 29 2 4 2 8 2 10 1092 കെൽവിൻ എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് എഴുതാം? 273 കറച്ചാൽ 819 ഡിഗ്രി സി എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റൻ ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാവും. സോ യു ഗെറ്റ് 819 ഡിഗ്രി സി. 819 ഡിഗ്രി സി ആയാൽ 0 ഡിഗ്രി സിയിൽ ഉണ്ടായിരുന്ന ശബ്ദത്തിന്റെ വെലോസിറ്റി എന്താവും? ഇരട്ടിയാവും. അതായത് എയറിലൂടെ ശബ്ദം 0 ഡിഗ്രി സിയിൽ 330 മീറ്റർ പെർ സെക്കൻഡിലാണ് പോണെങ്കിൽ 819 ഡിഗ്രി സി ആവുമ്പോ 660 മീറ്റർ പെർ സെക്കൻഡ് ആയി. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ബിക്കംസ് ട്വൈസ് ദാറ്റ് അറ്റ് 0 ഡിഗ്രി സി. 0 ഡിഗ്രി സി ഉള്ള വെലോസിറ്റിയുടെ ഇരട്ടി വെലോസിറ്റി ആകാനുള്ള ടെമ്പറേച്ചർ. ഒറ്റ വാചകമേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ IQ ഉണ്ടാവണം. ഇനി ഈ ഫോർമുലയിൽ നിന്ന് ഏത് കാര്യങ്ങൾ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലത്തെ ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ആ ടിപ്പ് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമതൊരു ടൈപ്പും കൂടി നമ്മൾ അതിൽ പറയാം. ഈ ഫോർമുലയിൽ തന്നെ ഇനി ടെമ്പറേച്ചർ മാറുന്നില്ല, പക്ഷെ ഗ്യാസ് മാറി. 2 or 3 ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോവാണ്. അപ്പൊ 2 ഗ്യാസിലൂടെ ശബ്ദം കടന്നു പോവാണ്. ടെമ്പറേച്ചർ മാറുന്നില്ല. അപ്പൊ T കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, ഗാമ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആര് മാറി? ഗ്യാസ് മാറി. ഓക്സിജനും ഹൈഡ്രജനും ഒക്കെയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m അല്ലെ? മോളാർ മാസ് ഡിനോമിനേറ്ററിലാണ് വന്നത്. അപ്പൊ 1/√m പ്രൊപ്പോർഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ് ആണ്. ടെമ്പറേച്ചറും ബാക്കി എല്ലാ കാര്യങ്ങളും കോൺസ്റ്റന്റ് ആണെങ്കിൽ V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m. അപ്പൊ നമുക്ക് ഫോർമുല എങ്ങനെയായിട്ട് മാറും? V1/V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് തല തിരിഞ്ഞു പോവും, M2/M1 എന്നാണ് ഫോർമുല വരിക. നേരത്തെ എഴുതിയത് V1/V2 റൂട്ട് T1/T2 വരും. ഇവിടെ ഇത് ഡിനോമിനേറ്റർ ആയതുകൊണ്ടൊന്ന് തലതിരിയും. മോളാർ മാസ് കുറഞ്ഞാൽ വെലോസിറ്റി കൂടും, മോളാർ മാസ് കൂടിയാൽ വെലോസിറ്റി കുറയും. അപ്പൊ അതുകൊണ്ടാണ് റൂട്ട് M2/M1 ആയത്. ഈ ഫോർമുലയും ഓർമ്മിച്ച് വെച്ചോളാം. ഇത് വെച്ചിട്ടും പരീക്ഷയ്ക്ക് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വേഗം ഒരു കാര്യം എക്സാമ്പിൾ പറയാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അറ്റ് സെയിം ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ മാറിയിട്ടില്ല, ഹൈഡ്രജനിലൂടെയും ശബ്ദം ഓടിപ്പോണ്ട്, ഓക്സിജനിലൂടെയും ശബ്ദം ഓടിപ്പോണ്ട്. ആ 2 വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ കാണുക. ഈ ഫോർമുലയിലേക്ക് വരിക. അപ്പൊ V1 എന്നുള്ളടത്ത് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ വെലോസിറ്റി എന്നല്ല കേട്ടാ, വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഹൈഡ്രജൻ ഗ്യാസ് ഡിവൈഡഡ് ബൈ VO എന്ന് എഴുതാം. ആരാത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഓക്സിജൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് തലതിരിയന്റെ മോളാർ മാസ് ഓഫ് ഓക്സിജൻ M2 എന്നുള്ളടത്ത് രണ്ടാമത്തെ ആൾ ഓക്സിജന്റെ മോളാർ മാസ് ബൈ M1 എന്നുള്ളടത്ത് മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, വാട്ട് ഈസ് MO? ഓക്സിജന്റെ മോളാർ മാസ് എത്രയാ? 32 ഗ്രാം ആണ്. അറിയാവുന്നത് കരുതുന്നു. O2 16 × 2 32. ഹൈഡ്രജന്റെ മോളാർ മാസ് എത്രയാ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസം 1 ആണ്. അപ്പൊ H2 ആണ്, 2 ഉണ്ട്. അപ്പോ 2. ഹൈഡ്രജന്റെ മോളിക്കുലാർ വെയിറ്റ് 2, ഓക്സിജന്റെ മോളിക്കുലാർ വെയിറ്റ് 32. അപ്പൊ ഉത്തരം എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 16/1 അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു 4/1. 16 റൂട്ട് 4, 1 റൂട്ട് 1. സോ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഹൈഡ്രജൻ റേഷ്യോ വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഓക്സിജൻ ഈസ് ഈക്വൽ ടു 4:1. അതായത് ഓക്സിജനിലൂടെ ശബ്ദം കടന്നു പോകുന്നതിന്റെ 4 ഇരട്ടി വേഗത്തിലാണ് ഹൈഡ്രജനിലൂടെ അതേ ടെമ്പറേച്ചറിൽ ശബ്ദം കടന്നു പോകുക. ശ്രദ്ധിക്കുക, രണ്ടാക്കാരും ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതുകൊണ്ട് ഗാമ മാറിയില്ല. നമ്മുടെ ഫോർമുലയില് ഈ ഗാമ ഈ സെയിം ഫോർ ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബിക്കോസ് ദേ ആർ ബോത്ത് ഓഫ് ദം ആർ എന്താണ്? ഡയറ്റോമിക് ആണ്. അപ്പൊ ഗാമ മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഗാമയും കൂടി നമുക്ക് നോക്കാൻ ചെയ്യും. മോണോ അറ്റോമിക് മാറി ഡയറ്റോമിക് ആയ ഗാമ മാറും. പക്ഷെ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഡയറ്റോമിക്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലങ്ങൾ മിക്കവാറും ഒരേ അറ്റോമിക് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് തരാൻ വഴിയുള്ളൂ. അപ്പൊ ഇതാണ് റേഷ്യോ. ഈ പ്രോബ്ലം ഓർമ്മിക്കുക. ഇതേപോലെ NCERT വേറെയും ആർഗണും ഓക്സിജനും ഒക്കെ കമ്പയർ ചെയ്തിട്ട് പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. മോളാർ മാസിനായിട്ടുള്ള ബന്ധപ്പെട്ട് ഫോർമുല നേരത്തെ പറഞ്ഞ റൂട്ട് ഗാമ RT/M ൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയേണ്ടി വരും. വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ, വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഹൈഡ്രജൻ ടു വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഓക്സിജൻ ചെയ്ത ഈ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവും. നോട്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞാൽ നോക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു പോയിന്റും കൂടി. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ 1 പ്രഷറിനായിട്ട് ബന്ധമില്ല എന്ന് എഴുതി, 2 ടെമ്പറേച്ചറിനായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാണ്? റൂട്ട് Tക്ക് പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കണം, കെൽവിനിലായിരിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഒപ്പം മോളാർ മാസ് കൂടി പറഞ്ഞു. അവസാനത്തെ ക്വാണ്ടിറ്റിയാണ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിന്റെ ഹ്യൂമിഡിറ്റിനായിട്ട് ബന്ധം. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ്. ഹ്യൂമിഡിറ്റി കൂടുതലാന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ മോയ്സ്ചർ കൂടുതലാണ്, ഈർപ്പം കൂടുതലാണ്.
അങ്ങനെ ഹ്യൂമിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹ്യൂമിഡ് എയറിന്റെ, അതായത് അന്തരീക്ഷത്തില് വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള ഹ്യൂമിഡ് എയറിന്റെ ഡെൻസിറ്റി ഈസ് ലെസ് ആണ്, കുറയും. ദാൻ, ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും, ഡ്രൈ എയർ. വായുവില് ഈർപ്പമില്ലെങ്കിൽ ഉള്ള ആ എയറിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള എയറിന്റെ ഡെൻസിറ്റി. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുന്തോറും, അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്തോറും ഡെൻസിറ്റി കുറഞ്ഞു വരും. നമ്മളെ ഫോർമുല വീണ്ടും V is equal to root gamma P by rho എന്നാണ്. അതിൽ റോ കുറഞ്ഞാൽ ഹ്യൂമിഡ് എയർ ആവുമ്പോൾ ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുന്തോറും ഡെൻസിറ്റി കുറയുകയും വെലോസിറ്റി ഓഫ് സൗണ്ട് കൂടുകയും ചെയ്യും. ഹ്യൂമിഡിറ്റി കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും, ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റി കുറയും. അപ്പൊ എന്താണ്, ഹ്യൂമിഡ് എയറിലാണോ ഡ്രൈ എയറിലാണോ ശബ്ദം വേഗത്തിൽ പോവുക എന്ന് ചോദിക്കും. ആൻസർ എന്താ? ഹ്യൂമിഡ് എയറിലാണ് ശബ്ദത്തിന്റെ വെലോസിറ്റി കൂടുതൽ. എന്തുകൊണ്ടാ? ഹ്യൂമിഡ് എയറിൽ ഡെൻസിറ്റി ഡ്രൈ എയറിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ഹ്യൂമിഡ് എയറിൽ സൗണ്ട് കൂടുതൽ വേഗത്തിൽ പോവും. ഈ ഫോർമുല പ്രകാരം ഡെൻസിറ്റി കുറവായതുകൊണ്ട്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. റൂട്ട് ഗാമാ പി ബൈ റോ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ ഓർമ്മിക്കണം. ആ സമയത്ത് അവിടെ ബൾക്ക് മോഡുലസിന് പകരം ഗാമാ പി എന്ന് എഴുതാൻ കാരണം അഡയാബാറ്റിക് ചേഞ്ച് ആണെന്നാണ് കാരണം. ന്യൂട്ടൺ എഴുതിയപ്പോൾ അത് B is equal to P എന്നാണ് എഴുതിയത്. അതിന് കാരണം ഐസോതെർമൽ ചേഞ്ച് ആണെന്ന് കരുതി. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് ലാപ്ലേസ് കറക്റ്റ് ചെയ്തത്. അപ്പൊ റൂട്ട് ഗാമാ പി ബൈ റോ ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ കൂടി ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ പ്രഷർ മാറിയാലും വെലോസിറ്റി മാറില്ല. കാരണം ബോയിൽസ് ലോ പ്രകാരം അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ പ്രകാരം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ P by rho പ്രഷർ ബൈ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി ടെമ്പറേച്ചർ മാറിയാൽ എങ്ങനെയാണ് വെലോസിറ്റി മാറുക എന്നുള്ളത്? റൂട്ട് ഗാമ RT by M എന്നുള്ള ഫോർമുല. നിങ്ങൾ അതേപോലത്തെ ഒരു ഫോർമുല RMS വെലോസിറ്റിക്ക് പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് ഇത് തെറ്റിക്കരുത്. RMS പഠിച്ചിട്ടുണ്ട്, റൂട്ട് 3RT by M. ഓർമ്മ? സാർ കഴിഞ്ഞ മുമ്പ് എടുത്ത ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചതാണ് RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ, റൂട്ട് 3RT by M. അത് റൂട്ട് 3RT by M. ഇപ്പൊ പഠിച്ച V is equal to റൂട്ട് ഗാമ RT by M. ഫോർമുല മാറരുത്. അതുവേ ഇത് റേ. ഇത് RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ, ഇത് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ഗ്യാസ്. ഇവിടെ 3 ആണ്, ഇവിടെ ഗാമയാണ്. മാറിക്കഴിഞ്ഞാൽ ഫോർമുല മാറി, പിന്നെ 0 മാർക്കിലേക്ക് പോകും. ഇവിടെ ഗാമയാണ്, അവിടെ 3 ആണ്, മാറരുത്. ബാക്കി RT by M ഒക്കെ സെയിം. R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, M എന്ന് പറഞ്ഞാൽ മോളാർ മാസ്, അതൊക്കെ ശരിയാണ്. ഇവിടെ 3 ആണ് സംഖ്യ, ഇവിടെ ഗാമയാണ്. ഇത് ഗ്യാസിന്റെ വെലോസിറ്റിയാണ്, ഇത് ഗ്യാസിലൂടെയുള്ള ശബ്ദത്തിന്റെ വെലോസിറ്റിയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിലുള്ള ഒരു ഭാഗം. അതായത് ട്രാവലിംഗ് വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വേഗം പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വെലോസിറ്റി റൂട്ട് T by mu, LT ടെൻഷൻ, mu ലീനിയർ മാസ് ഡെൻസിറ്റി. ഇനി ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലെങ്കിൽ സൗണ്ടിന്റെ വെലോസിറ്റി ഏതൊരു മീഡിയത്തിലൂടെയും റൂട്ട് E by rho, where E is elasticity and rho is density. അത് സോളിഡ്സ് ആണെങ്കിൽ റൂട്ട് Y by rho എന്ന് എഴുതും, യങ്സ് മോഡുലസ് ആണ് Y. ലിക്വിഡ്സ് ആണെങ്കിൽ റൂട്ട് B by rho എന്ന് എഴുതും, B ആണ് ബൾക്ക് മോഡുലസ്. ഗ്യാസസ് ആണെങ്കിൽ റൂട്ട് ഗാമ P by rho അല്ലെങ്കിൽ റൂട്ട് ഗാമ RT by M എന്ന് എഴുതും, വേർ ഗാമ is Cp by Cv, P is pressure and rho is density, T is temperature, absolute temperature, R is gas constant, capital M is molar mass. ഏത് ഫോർമുലകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ അതൊന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതിൽ തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. യൂട്യൂബിൽ ഇന്നലെ C ക്ലാസ്സിന് എടുത്തപ്പോൾ അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ച്മെന്റിൽ ഈ സാധനം വരും. നിങ്ങൾക്ക് നല്ലത് വേഗം കാണാൻ യൂട്യൂബിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു, ഇന്ന് ഞാൻ ഒരു ലിങ്കും കൂടി അയക്കും ടീച്ച്മെന്റിൽ ജോയിൻ ചെയ്യാൻ. അതൊരു കോമൺ സെക്കൻഡ് ഇയർ സയൻസ് ക്ലാസ് ആണ്. ABC എന്നൊന്നും വേർതിരിവ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങളുടെ ക്ലാസിന്റെ പേര് S2A എന്ന് ചേർത്ത് എഴുതണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യില്ല. ഇനി മുതലുള്ള ക്ലാസ്സുകൾ ഭൂരിപക്ഷം ക്ലാസ്സുകളും കോമൺ പ്ലാറ്റ്ഫോമിലാവും. ഇങ്ങനെ ഒരു 30-20 ആൾക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് ഭയങ്കര നഷ്ടമാണ്. 3 പ്രാവശ്യം ഞാൻ ഈ 25, 30, 40, ഇന്നലെ 45 ആൾക്കാരുണ്ടായിരുന്നു S2Cക്ക്. നിങ്ങൾ ഇപ്പോൾ 28, 29 ആൾക്കാരാണ്. പിന്നെ ഞാൻ S2Bക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു, 39, 40 വരെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളാണ് ഏറ്റവും കുറഞ്ഞ കുട്ടികൾ ലൈവായിട്ട് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കാനും കാര്യങ്ങളാണെങ്കിൽ എന്തും ചെയ്യുമല്ലോ. പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നമുക്കിത് എടുത്തേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇതൊന്നും കാണാൻ പറ്റാത്ത കുട്ടിക്കാണ് റെക്കോർഡിങ്സ് തരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലെ ലിങ്ക് തരുന്നു. ലൈവായിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് ക്ലാസ് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാം. എന്തായാലും റിവിഷനും സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും കൂടുതൽ നന്നായിട്ട് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു ലിങ്ക് അയച്ചു തരുന്നത്, അതിൽ തന്നെ ജോയിൻ ചെയ്യുക.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. ഇന്നെടുത്ത ക്ലാസ്സിൽ എനിബഡി? നോബഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, താങ്ക് യു പറയുക, അവസാനിപ്പിക്കുക. ഓക്കെ ഓക്കെ, നോട്ട് നോക്കി പഠിക്കേട്ടാ, നോട്ട് നോക്കി പഠിക്കാൻ. കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ട്, ഇനി വേഗം മനസ്സിലാവും. എന്തായാലും ഫോക്കസ് ഏരിയയാണ്. 3 മാർക്ക് ഇന്ന് എടുത്തതെന്ന് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഓക്കെ, ബൈ.